ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 5 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാൻ. ചായ ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് ചായക്കടി റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ്, അധികം ചേരുവകളുടെ ആവശ്യമില്ല. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിൽ റവ ചേർത്താലും മതി. കുറച്ചൊന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് സോഡാപ്പൊടി. നല്ല സോഫ്റ്റ് ആയിട്ട് വരാനാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു സവാള നൈസായിട്ട് നീളത്തിന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള നമ്മൾ ഉള്ളി വടക്കൊക്കെ നൈസായിട്ട് അരിയില്ലേ, അതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. നമ്മൾ ഉള്ളി വടക്കൊക്കെ കുഴക്കില്ലേ, ആ കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതാ ഇങ്ങനെ എടുക്കാൻ പറ്റണം. അധികം ലൂസും അല്ല, കട്ടിയിലും അല്ല. ഇനി ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ ചൂടാക്കി എടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. താഴെ ഒന്ന് ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്കിതുപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാം. എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. എന്ത് എളുപ്പമല്ലേ, ചായ തയ്യാറാക്കുമ്പോഴേക്ക് നമുക്ക് ചായക്കടിയും റെഡിയാക്കാം. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ക്യാരറ്റൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് താഴെ ഒരു മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.